വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ രാജീവ് സാറിനെ വിളിക്കാനായിട്ട് കുറേ തവണ ശാരിക ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ബിസിയാണ്, തിരക്കിലാണ് എന്നൊക്കെ പറയുന്നത് കാരണം ശാരിക ആകെ ടെൻഷൻ ആവുകയാണ്. ഇത്രയ്ക്ക് സാർ എന്താണ് ബിസി എന്നും പറഞ്ഞ് അങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സമയം രാത്രിയാണ് ശ്യാമ ഒന്ന് വിളിക്കുന്നത്. ചേച്ചി അമ്മ വിളിക്കുന്നു എന്ന്. അന്നേരം എന്തിനാന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അപ്പുറത്തെ ജനലിൽ കൂടി വന്ന് ശാരദാമ്മ പറയുന്നുണ്ട്, അടുക്കളയിൽ എന്തെങ്കിലും സഹായം വേണ്ടേ, സവാള അരിയാനും പാത്രം കഴുകാനും ഒരിക്കലും സഹായിക്കും എന്നൊക്കെ പറയുകയാണ്. അന്നേരം ഇവൾക്ക് ചെയ്താൽ എന്താ, ഇവളുടെ കയ്യിലെ വള ഊരി പോകുമെന്നൊക്കെ ശാരിക രാജീവിനെ വിളിച്ചിട്ട് കിട്ടാത്തതിൽ ആകെ ടെൻഷനിലാണ്. ഇതും കൂടെ ആകുമ്പോൾ ശാരികയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. അന്നേരം ശ്യാമ ഒന്ന് പറയുന്നുണ്ട്, കെട്ടിച്ചു വിട്ടിട്ടും ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണം, അല്ലാതെ വെറുതെ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുകയാണ്. രണ്ടും കൂടി അങ്ങ് വഴക്കാവുകയാണ്. ശ്യാമയും ശാരികയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് വഴക്ക് കൂടുന്നുണ്ട്. നിന്നെ പഠിക്കാൻ എന്തെങ്കിലും ജോലി പറയുമ്പോൾ പുസ്തകവും മലത്തി വെച്ച് അവളങ്ങ് ഇരിക്കും, പക്ഷേ മാർക്ക് വരുമ്പോൾ ഇതൊന്നും കാണാനില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്യാമ വീണ്ടും ദേഷ്യപ്പെടുകയാണ്. പഠിക്കാൻ വിട്ടപ്പോൾ പഠിക്കണമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് ശ്യാമയും തിരിച്ച് തകൃതിയായിട്ട് പറയുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ഇടയ്ക്ക് കയറുകയാണ്. രണ്ടുപേരുടെ പാട് നോക്കിപ്പോ എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ശാരിക പറയുന്നുണ്ട്, നീ പഠിക്കാൻ പോയതിൻ്റെ വിശേഷം ഒന്നും പറയണ്ടെന്ന്. അന്നേരം ശ്യാമ പറയുകയാണ്, ചേച്ചിക്ക് എന്തോ പറയാനില്ല, അത് പറയട്ടെ എന്നും പറഞ്ഞ് ശ്യാമയെ അങ്ങ് തത്തേക്ക് വായിക്കുക പറഞ്ഞ് നിൽക്കുകയാണ്. ശ്യാമയാണെങ്കിലും അങ്ങ് ആകെ ദേഷ്യത്തിലും. തുടർന്ന് ശാരിക തന്നെ പറയുന്നുണ്ട്, ഇവള് കാരണമല്ലേ അച്ഛൻ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയത്, ഈ വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യുന്നത് ഞാനല്ലാതെ പിന്നെ നീയാണോ, പാത്രം തുടയ്ക്കലും അടുക്കള കഴിവും എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ വെറുതെ എൻ്റെ മേലിൽ കുതിര കയറാനായിട്ട് വരണ്ട, ചുമ്മാ വെറുതെ അല്ല ഭർത്താവ് വിട്ടിട്ട് പോയത്, അമ്മായിയെയും അമ്മാവനെയും ഒക്കെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാനും കാണിച്ച ധൈര്യം ഇപ്പോഴാണ് കാണിക്കേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ ശാരികയ്ക്ക് ആകെ ദേഷ്യപ്പെടുകയാണ്. എന്താടി നീ പറയുന്നത്, എന്നെ ഭർത്താവ് വിട്ടിട്ട് പോയോന്നും പറഞ്ഞ് ശ്യാമയുടെ കഴുത്തിന് പിടിക്കുകയാണ് ശാരിക. അന്നേരം ശാരദാമ്മ പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ശാരികയാണെങ്കിൽ ബലം പ്രയോഗിച്ച് പിടിക്കുകയാണ്. ശ്യാമ ചുമക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ ശ്യാമയുടെ കവാലം നോക്കി ഒന്ന് കൊടുക്കുകയാണ്. അന്നേരം നീ എന്തായി കാണിക്കുന്നതെന്നും പറഞ്ഞ് ശാരദാമ്മ ഒരുവിധം ശാരികയെ പിടിച്ചു മാറ്റുന്നുണ്ട്. അന്നേരം അവൾ പറഞ്ഞത് കേട്ടില്ലേ അമ്മേ എന്നും പറഞ്ഞ് ശാരിക നിൽക്കുകയാണ്. അന്നേരം എൻ്റെ കൊങ്ങയ്ക്ക് പിടിച്ചതും അടിച്ചതും ഒന്നും അമ്മ കണ്ടില്ലേ, അമ്മ എന്താ മിണ്ടാത്തതെന്നും പറഞ്ഞ് ശ്യാമയും പരാതിയായിട്ട് നിൽക്കുകയാണ്. അന്നേരം അവൾ എന്തോ വായിക്കുക പറഞ്ഞു വെച്ച് നീ മിണ്ടാതിരി ശാരികയെന്നും പറഞ്ഞ് ശാരദാമ്മ പറയുന്നുണ്ട്. അമ്മയും ഇവളും കൂടി എടുക്കുന്ന ഓരോ മണ്ടത്തരം തീരുമാനം കൊണ്ടാണ് ഞാൻ ഇതുവരെ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത്. അച്ഛനെ ജാമ്യത്തിറക്കാൻ വേണ്ടിയല്ലേ ഞാൻ ആ ബാലചന്ദ്രൻ്റെ മുമ്പിൽ കൈ നീട്ടിയത്, എന്നിട്ടിപ്പോൾ അച്ഛൻ ഇവിടെ ഉണ്ടോ, ഇല്ല. ആ കാരണത്താൽ രാജീവ് സാറ് പിണങ്ങി പോവുകയും ചെയ്തു. വെറുതെ എന്തിനാണ് അച്ഛനെ രക്ഷിച്ചുകൊണ്ട് വന്നിട്ട് തെരുവിലേക്ക് ഇറക്കി വിട്ടത്, ജയിലിലായിരുന്നെങ്കിൽ 3 നേരം ഭക്ഷണമെങ്കിലും കിട്ടുമായിരുന്നു, കരുണ കാണിച്ച് എന്തിനാ ഇങ്ങനെ കൊല്ലുന്നത് എന്നൊക്കെ ശാരിക ചോദിക്കുമ്പോൾ ശാരദാമ്മയ്ക്ക് ഉത്തരമില്ല. പക്ഷേ ഈ ശാരിക ചോദിക്കുന്നതൊക്കെ കേട്ട് ആകെ ദേഷ്യത്തിൽ ശ്യാമ നിൽക്കുകയാണ്. തുടർന്നും ശാരിക പറയുന്നുണ്ട്, കെട്ടിച്ചു വിട്ട വീട്ടിൽ നിന്നും വന്ന് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും അടുക്കള കഴുകാനും പാത്രം തുടയ്ക്കാനും ഒക്കെ അധിക കാലം ഈ ശാരിക ഇവിടെ നിൽക്കില്ല എന്ന് അമ്മ ഈ മോളോടൊന്ന് പറഞ്ഞു നോക്ക്, അമ്മ ഈ കാണിക്കുന്നതൊക്കെ വലിയ ദ്രോഹമാണ്, നിങ്ങളുടെ തീരുമാനമൊക്കെ തെറ്റാണ്, പെൺബുദ്ധി പിൻബുദ്ധി എന്ന് രാജീവ് സാറ് പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്ന് പറഞ്ഞിട്ട് സങ്കടത്തോടു കൂടി ശാരിക അങ്ങ് പോവുകയാണ്. പക്ഷെ അന്നേരവും ആകെ ദേഷ്യത്തിൽ താൻ പറഞ്ഞതൊക്കെ ശരിയാണെന്നുള്ള രീതിയിൽ ശ്യാമ നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ബാലചന്ദ്രനാണെങ്കിൽ ശാരികയെ വീഡിയോ കോൾ ചെയ്യുകയാണ് ഫോണിൽ. അന്നേരം ശാരിക കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അന്നേരം ശാരിക മോള് ഫോൺ എടുത്തോ, ബാലേട്ടനോടൊപ്പം സ്നേഹമുണ്ടല്ലേ, ഞാൻ കരുതി ഫോൺ എടുക്കില്ല എന്ന്. അന്നേരം ശാരികയാണെങ്കിൽ ആകെ കലി കയറി ദേഷ്യത്തിൽ നിൽക്കുകയല്ലേ. ശാരിക ചോദിക്കുന്നുണ്ട്, ആരേടാ പട്ടി നിനക്ക് കാണേണ്ടതെന്ന് ചോദിക്കുകയാണ്. അന്നേരം അയ്യോ ശാരിക മോളെ ബാലേട്ടനാണെന്ന് പറയുമ്പോൾ ഇനി നീ എന്നെ വിളിച്ച് ശല്യം ചെയ്താലും നിൻ്റെ കാലും കൈയും ഒക്കെ ഞാൻ വെട്ടും, ഓഫീസിലോ എവിടെയാണെന്ന് പറഞ്ഞാലും അവിടെ വന്ന് നിൻ്റെ കാലും കൈ ഞാൻ വെട്ടുമിടാ പട്ടി എന്നൊക്കെ വിളിച്ച് സംസാരിച്ചിട്ട് പിന്നെ കുറേ ചീത്ത വിളിക്കുകയാണ്. അത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇത് ഈ ശാരികയുടെ ചീത്തവിളിയൊക്കെ കേട്ടിട്ട് ബാലചന്ദ്രനാണെങ്കിൽ ആകെ അന്തം വിട്ടിരിക്കുകയാണ്. തുടർന്ന് കുറേ സമയത്തിന് ശേഷം ശാരിക ഫോൺ കട്ട് ചെയ്ത് കട്ടിലേക്ക് എറിയുകയാണ്. 2 ലക്ഷം രൂപ ഒരു പലിശയുമില്ലാതെ കയ്യിലേക്ക് എടുത്തു വെച്ച് തന്ന ഞാനിപ്പോൾ നായിൻ്റെ മോനായല്ലേ, നിനക്ക് ഞാൻ കാണിച്ചു തരാടി എന്നും പറഞ്ഞ് ശാരിക ഫോൺ കട്ട് ചെയ്ത ദേഷ്യത്തിൽ അങ്ങനെ പല്ലൊക്കെ കടിച്ചു പിടിച്ച് കണ്ണൊക്കെ ചോമിച്ച് ആകെ ദേഷ്യത്തിൽ ബാലചന്ദ്രൻ നിൽക്കുകയാണ്. അന്നേരം ശാരികയോട് ഇനി പ്രതികാരം ചെയ്യാനാണ് ബാലചന്ദ്രൻ്റെ അടുത്ത പ്ലാൻ.
ഇതേ സമയം വിഷ്ണുവിൻ്റെ വീട്ടിൽ അടുക്കളയിലെ പിന്നാമ്പുറത്ത് പൈപ്പിൻ ചൂട്ടിൽ നിന്ന് പാത്രങ്ങളൊക്കെ കഴുകുകയാണ്. അന്നേരം ശാലിനി ഓടി വരുന്നുണ്ട്. ഇതൊക്കെ ചെയ്യാൻ ആര് പറഞ്ഞു, ഇതൊക്കെ പെണ്ണുങ്ങൾ ചെയ്യേണ്ട ജോലിയാണ്, ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയുകയാണ്. അന്നേരം വീട്ടിലെ കുട്ടികളും ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും കൂടി പങ്കിട്ട് ചെയ്യേണ്ട ജോലിയാണ്, ഇന്നയാൾ ചെയ്യണമെന്ന് എഴുതിയൊന്നും വെച്ചിട്ടില്ല, ഇത് സമയം ലാഭിക്കാനുള്ള ഒരു പരിപാടിയാണെന്നും പറഞ്ഞ് ശാലിനിയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് വരികയാണ്. അന്നേരം ശാലിനിയോട് ചോദിക്കുന്നുണ്ട് ഇനി എന്താ പരിപാടി എന്ന്. അന്നേരം ഇനി ഉറങ്ങണം എന്ന് പറയുകയാണ്. അന്നേരം അതിന് മുമ്പ് ചെറിയൊരു പരിപാടി ഉണ്ടെന്നും പറഞ്ഞ് ശാലിനിയെ വിളിച്ചുകൊണ്ട് വിഷ്ണു ആണെങ്കിൽ റൂമിലേക്ക് വരികയാണ്. അന്നേരം റൂമിൽ ചെല്ലുമ്പോൾ ശാലിനിക്ക് പഠിക്കാനുള്ള ഒരു ചെറിയ സെറ്റപ്പ് ഒക്കെ വിഷ്ണു ചെയ്ത് വിരിച്ചിരിക്കുകയാണ്. മേശയൊക്കെ എടുത്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ ബുക്കും പേനയും പെൻസിലും വിഷ്ണു കൊണ്ടുവന്ന പുസ്തകങ്ങളും എല്ലാം ഒക്കെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. കസേരയൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. അന്നേരം അപ്പോൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് റൂം അടച്ചിരുന്ന് ഇതായിരുന്നല്ലേ പരിപാടി എന്ന് ശാലിനി ചോദിക്കുകയാണ്. അന്നേരം ഇനി അങ്ങോട്ട് ഇരുന്നാട്ടെ, ഇനി പഠിച്ചു തുടങ്ങിക്കോന്ന് പറയുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട് എനിക്ക് നല്ല ക്ഷീണം, നാളെ തൊട്ട് തുടങ്ങാം, ഇന്നൊരു രസമില്ല എന്നൊക്കെ പറയുകയാണ്. പിന്നെ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, 10,000 ആളുകൾ ഇപ്പോഴും സിവിൽ സർവീസ് എക്സാം എഴുതാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്, അവരെയൊക്കെ തനിക്ക് തോൽപ്പിക്കേണ്ടതെന്നൊക്കെ ചോദിച്ച് ശാലിനി അങ്ങ് പിടിച്ചിരുത്തുകയാണ്. അന്നേരവും ശാലിനി പറഞ്ഞിട്ട് എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടെന്ന്. അന്നേരം അതിന് ഞാൻ ചെറിയൊരു സെറ്റപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബേസിനിലൊരു വെള്ളം വെച്ചിരുന്നു, ഇതെടുത്ത് കാണിച്ചിട്ട് ഇതിൽ കാൽ മുക്കിയും ഇരുന്നാൽ മതി, പിന്നീട് ഉറക്കം വരികയാണെങ്കിൽ കട്ടൻ കാപ്പി ഇട്ട് തരാം, അത് ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് വെച്ച് കൂടെ കുടിച്ചാൽ എന്ന് പറയുകയാണ്. അന്നേരം ശാലിനി ആകെ പെടുകയാണ്. അപ്പോൾ ഇതെല്ലാം നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്താണല്ലേ എന്ന് ശാലിനി ചോദിക്കുകയാണ്. അന്നേരം അതേന്ന് ഇങ്ങനെ കണ്ണടച്ച് വിഷ്ണു കാണിക്കുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ ആ സ്നേഹത്തിലൊക്കെ ശാലിനിക്ക് അങ്ങ് സന്തോഷം തോന്നുകയാണ്. വീട് വിട്ട് ഇറങ്ങിയപ്പോൾ പിന്നെ തന്നെ IAS ആക്കണം എന്നുള്ളതിന് എനിക്കൊരു വാശി ഒത്തിരി കൂടിയിട്ടുണ്ട്. 4 അക്ഷരം തികച്ച് വായിക്കാൻ അറിയാത്ത വിഷ്ണുവിൻ്റെ കൂടെ കൂടിയിട്ട് ശാലിനിയുടെ IAS മോഹം പൊലിഞ്ഞു പോയി എന്ന് നാളെ ആരും പറയരുത് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിൻ്റെ ആകെ സന്തോഷത്തിലാണ്. അന്നേരം പഠിക്കാമെന്നുള്ളൊരു രീതിയിൽ ശാലിനി ഇരിക്കുമ്പോഴാണ് പാറുകുട്ടി ഉണർന്ന് കരയുന്നത്. അന്നേരം അയ്യോ കുഞ്ഞുണർന്നു എന്നും പറഞ്ഞ് ശാലിനി എഴുന്നേക്കാൻ തുടങ്ങിയാണ്. അന്നേരം കുഞ്ഞുണരും, പാല് കുടിക്കും, ഉറങ്ങും, അതൊക്കെ അവൾക്ക് ശീലമാണ്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പാറുകുട്ടി ഞാൻ വരുന്നു എന്നും പറഞ്ഞ് കുഞ്ഞിൻ്റെ അടുത്തേക്ക് അങ്ങ് വിഷ്ണു പോകുന്നുണ്ട്. തുടർന്ന് ശാലിനി കുറേ നേരം ഇരുന്ന് പഠിക്കുകയാണ്. അതേസമയം വിഷ്ണു കുഞ്ഞിനെ എടുത്തുകൊണ്ട് കട്ടിലിൽ വന്നിരുന്നിട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പറഞ്ഞ് പരിഹരിക്കാം, അമ്മ അതെവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ബഹളമൊന്നും ഉണ്ടാക്കരുത്, കളക്ടർ ആവാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ അമ്മ പഠിച്ച് സിവിൽ സർവീസൊക്കെ പാസ്സായി കളക്ടർ ആയി കഴിഞ്ഞാൽ പാറുക്കുട്ടി പിന്നെ ആരാണ്, കളക്ടർ അമ്മയുടെ മോളാണ് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനോടങ്ങ് സംസാരിക്കുകയാണ്. എന്നിട്ട് വിഷ്ണു പറയുന്നുണ്ട് പാറുക്കുട്ടിയുടെ ഇപ്പോൾ അന്താരാഷ്ട്ര പ്രശ്നം പാലല്ലേ, അമ്മ കളക്ടറായി കഴിഞ്ഞാൽ പാലുമായിട്ട് ഇവിടെ ടാങ്കർ വരും, എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനോട് വളരെ ചിരിപ്പിച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം പഠിച്ചുകൊണ്ടിരിക്കുന്ന ശാലിനി ഓർക്കുകയാണ്, അയ്യോ അക്കാര്യം വിഷ്ണുവേട്ടനോട് പറഞ്ഞില്ലല്ലോ എന്ന്. വസുമതി പൈസ കുഞ്ഞിന് കൊടുത്ത കാര്യമാണ് ശാലിനി അന്നേരം ഓർമ്മിക്കുന്നത്. തുടർന്ന് ശാലിനി ആ പൈസ എടുത്തുകൊണ്ട് ഒന്ന് വിഷ്ണുവിന് നേരെ നീട്ടുകയാണ്. അന്നേരം ഇതെവിടുന്നാ ഇത്രയും പണം എന്ന് പറഞ്ഞ് വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട് ഇന്ന് ഞാൻ മാർക്കറ്റിൽ പോയ വഴിക്ക് വസുമതി ആൻറ്റിയെ കണ്ടു എന്നും പറഞ്ഞ് സംഭവം പറയുകയാണ്. അന്നേരം വിഷ്ണുവിനാണെങ്കിൽ അങ്ങ് ആകെ ദേഷ്യമാണ്, തന്നോട് എത്ര പറഞ്ഞാലും തനിക്ക് മനസ്സിലാവില്ലേ, കുഞ്ഞിനെ പോറ്റാനുള്ള കഴിവ് എനിക്കില്ലെന്നാണോ കരുതിയത്, ഒരു കവർ പാല് വാങ്ങിക്കാനുള്ള പൈസ എൻ്റെ കയ്യിൽ ഇല്ലെന്നാണോ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ശാലിനി ഒരുപാട് വഴക്ക് പറയുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്, അവരുടെ കൊച്ചുമകൾക്ക് എന്നും പറഞ്ഞ് നിർബന്ധമായിട്ട് വെച്ച് കൊടുത്തതാണ്, ഞാൻ എന്ത് ചെയ്യും, ഞാൻ തെറ്റും ചെയ്തില്ല എന്ന് നിൽക്കുമ്പോൾ വിഷ്ണു അങ്ങ് ആകെ ദേഷ്യപ്പെടുന്നുണ്ട്. അമ്മയ്ക്കും മോൾക്കും എവിടെ നിന്നൊക്കെ സഹായം കിട്ടുമോ അതൊക്കെ സ്വീകരിച്ചോ, പിന്നെ അവസാനം പൈസ തികയാതെ വരുമ്പോൾ ഈ ട്രെയിനിലും ബസ്സിലും ഒക്കെ വയറ്റത്തടിച്ച് പാടാനായിട്ട് എൻ്റെ മോളെ കൊണ്ടുപോകരുത് എന്നിങ്ങനെ അങ്ങ് ദേഷ്യത്തോടെ പറയുമ്പോൾ വിഷ്ണു ഏട്ടാന്നിങ്ങനെ വിളിക്കുകയാണ് ശാലിനി. അതൊന്നും കണക്കാക്കാതെ വിഷ്ണു അങ്ങ് കുഞ്ഞിനെയും കൊണ്ട് അങ്ങ് മാറി അങ്ങ് റൂമിലേക്ക് പോയി നിൽക്കുകയാണ്. അന്നേരം ശാലിനി അങ്ങ് ആകെ വിഷമിച്ച് കരഞ്ഞിട്ട് പൈസ ഇങ്ങനെ കട്ടിലേക്ക് അങ്ങ് വയ്ക്കുകയാണ്. തുടർന്ന് വിഷ്ണു അങ്ങ് ആകെ ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ ശാലിനി അടുത്തേക്ക് ചെന്ന് പറയുകയാണ്, വിഷ്ണു ഏട്ടാ ഞാനൊരു പാവമല്ലേ, എനിക്കൊരു അബദ്ധം പറ്റിയാണ്, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല, അതേ പാറുക്കുട്ടിയാണ് സത്യം എന്നും പറഞ്ഞ് ഇങ്ങനെ പാറുക്കുട്ടിയുടെ തലയിൽ കൈവയ്ക്കാനായിട്ട് പോകുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങ് കരയുന്ന ശാലിനിയെ കാണുമ്പോൾ വിഷ്ണുവിന് അങ്ങ് സങ്കടം തോന്നുകയാണ്. തുടർന്ന് കരയണ്ട എന്ന് പറഞ്ഞിട്ട് തൻ്റെ തോളിലേക്ക് അങ്ങ് ചേർത്ത് ശാലിനി വയ്ക്കുന്നുണ്ട്. അന്നേരം ശാലിനി അങ്ങ് ആകെ കരയുകയാണ്. ഇതൊക്കെ ശാലിനി കരയുന്നതൊക്കെ അങ്ങ് നോക്കി ഇരിക്കുകയാണ് കുഞ്ഞ്. എന്നിട്ട് കുഞ്ഞ് ശാലിനിയൊക്കെ പിടിക്കുകയും വിഷ്ണുവിനെ പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ ഞാനങ്ങ് പറഞ്ഞതാണ് പോട്ടെ കരയണ്ട എന്നൊക്കെ പറഞ്ഞ് ശാലിനിയുടെ തോളിൽ തട്ടിയങ്ങ് വിഷ്ണു ആശ്വസിപ്പിക്കുകയാണ്.
ഇതേസമയം പത്മാവതിയുടെ വീട്ടിൽ റൂമിൽ ആപ്പിളൊക്കെ കഴിച്ചുകൊണ്ട് മൊബൈലിലിരുന്ന് മൂവിയൊക്കെ കാണുകയാണ് സുസ്മിത. അന്നേരം പത്മാവതി അങ്ങോട്ടത്തേക്ക് വരികയാണ്. അന്നേരം ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് പത്മാവതി ഇങ്ങനെ എന്താണെന്നും പറഞ്ഞ് നോക്കുന്നുണ്ട്. അന്നേരം പത്മാവതി എന്തോ പറയാനായിട്ട് തുടങ്ങുമ്പോൾ അത് മാറ്റുകയാണ്. എന്നിട്ട് എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ആ സാറ് വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് പത്മാവതി. അന്നേരം ഏത് സാറെന്ന് ചോദിക്കുമ്പോൾ രോഹിത് കാശ് വാങ്ങിയ സാറ് വന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. അന്നേരം സുസ്മിതയാണെങ്കിൽ അത്ര വലിയ കാര്യമാക്കാതെ ഈ മൂവി ഒന്ന് കഴിയട്ടെ, 5 മിനിറ്റ് കൂടി ഉണ്ടെന്ന് പറഞ്ഞ് വീണ്ടും അങ്ങ് സിനിമ കാണുകയാണ്. അന്നേരവും പത്മാവതി അവിടെ തന്നെ നിൽക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ പോയില്ലേ, നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടതെന്നും പറഞ്ഞ് സുസ്മിത ദേഷ്യപ്പെടുകയാണ്. അന്നേരം അവരൊക്കെ വലിയ സാറ്, വലിയ ആളല്ലേ, കാണാൻ ചെല്ലാതിരുന്നാൽ എങ്ങനെയാണെന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ ഇത് വലിയ ശല്യമായല്ലോ എന്നും പറഞ്ഞ് സുസ്മിത ഫോണും ആപ്പിളും ഒക്കെ അവിടെ വെച്ചിട്ടങ്ങ് എഴുന്നേൽക്കുകയാണ്. തുടർന്ന് കുടിക്കാൻ എന്താ എടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മാംഗോ ജ്യൂസ് ആയിക്കോട്ടെ എന്ന് സുസ്മിത പറയുന്നുണ്ട്. തുടർന്ന് വീണ്ടും സുസ്മിത പറയുകയാണ്, അവക്കാഡോ കഴിക്കാനായിട്ട് എനിക്കൊരു ആഗ്രഹമെന്ന്. അന്നേരം അത് കേട്ടിട്ട് പോലും ഇല്ലാതെ പത്മാവതി അവക്കാഡോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അതൊരു ഫ്രൂട്ട്സാണ്, തിന്നുന്ന സാധനമാണ്, പിന്നെ ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊന്നും കിട്ടില്ല, മോളിലോ മറ്റോ പോയി നോക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരുപാട് കാശായി എന്ന് പത്മാവതി പറയാൻ തുടങ്ങുമ്പോൾ 5 ലക്ഷം രൂപയൊന്നും അതിന് വില വരില്ല, അതേ ഇപ്പോൾ വന്നിരിക്കുന്ന ആൾ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് അറിയാമല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പത്മാവതി ഉണ്ടായിരിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് പോയി മാംഗോ ജ്യൂസ് അടിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞിട്ട് സുസ്മിത അങ്ങ് ബാലേന്ദ്രനെ കാണാൻ പോവുകയാണ്. അന്നേരം ആകെ പെട്ട് നിൽക്കുകയാണ് പത്മാവതി അമ്മ. വീട് പോകാതിരിക്കാൻ വേണ്ടിയാണ് സുസ്മിതയുടെ താളത്തിനകത്ത് പത്മാവതി അങ്ങ് തുള്ളുന്നത്. അതേസമയം ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് നിന്നിട്ട് ബാലേന്ദ്രൻ എന്താ ഇത് വഴിക്ക് എന്ന് ചോദിക്കുകയാണ്. ബാലചന്ദ്രൻ എന്ന് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ ചെറുതായിട്ടൊന്ന് സംശയിക്കുകയാണ്. അല്ല, എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ സുസ്മിക്കുട്ടി എന്ന് ചോദിക്കുമ്പോൾ സുസ്മിക്കുട്ടി വേണ്ട, ആ തള്ള കേട്ടാലോ, നേരത്തെ വിളിച്ചതുപോലെ വിളിച്ചാൽ മതി എന്ന് സുസ്മിത പറയുകയാണ്. അന്നേരം പറയുകയാണ്, ബാലചന്ദ്രൻ എന്ന് ഫോർമലായിട്ട് വിളിച്ചപ്പോൾ ഒരു നിമിഷം ഞാനങ്ങ് പേടിച്ചു പോയി എന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. തുടർന്ന് ബാലേന്ദ്രൻ ഇരിക്കുന്നു പറയുമ്പോൾ ഇരിക്കുകയാണ്. അതിനുശേഷം സുസ്മിക്കുട്ടി എന്നും പറഞ്ഞ് എന്തോ പറയാനായിട്ട് വരുമ്പോഴാണ് പത്മാവതി അമ്മ മാംഗോ ജ്യൂസുമായിട്ട് വരുന്നത്. അന്നേരം ബാലേന്ദ്രൻ സുസ്മിത മാഡം എന്നങ്ങ് ആക്കുന്നുണ്ട്. അത്രയും ആകുമ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി ബാലചന്ദ്രൻ എന്താണ് വന്നിരിക്കുന്നത് എന്നുള്ളതും ബാക്കി വിശേഷങ്ങളുമൊക്കെ അടുത്ത എപ്പിസോഡിൽ. ഓക്കെ, താങ്ക് യു.